നമസ്കാരം. നമുക്ക് അനീഷ് പുരാണം, അത് കഴിഞ്ഞ് ഷാനവാസ് പുരാണം. ഈ രണ്ട് പുരാണം കേട്ട് ഇവരങ്ങോട്ടും ഇങ്ങോട്ടും പുകളത്തിലും ഇവരെ ഈ കെട്ടിപ്പിടുത്തം, ഇവർ ഐ ലവ് യു പറയലും, ഇവർ ചേട്ടനനിയന്മാർ അനിയൻഭാവിയും ചേട്ടൻഭാവിയും കളിയും തുടങ്ങിയിട്ട് നമുക്ക് ബോറടിച്ച് നമ്മളെ ബിഗ് ബോസിലെ ഏറ്റവും അധികം നമ്മൾക്ക് ബോറടിക്കുന്ന ഒരു സീൻ വരുന്നുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരും അനിയൻഭാവിയും ചേട്ടൻഭാവിയാണ്. ഇവരെന്തുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കണമെന്നുള്ളത് നമുക്കൊരു പിടുത്തമില്ല. ആദ്യം തന്നെ ഷാനവാസിൻ്റെ അടുത്ത് കിടന്നുടന്ന നെവിനായിരുന്നു എല്ലാം. ഷാനവാസിന് ഭയങ്കര ഇഷ്ടമായിരുന്നു നെവിൻ എന്തോ പ്രകൃതി വിരുദ്ധമായിട്ടുള്ള എന്തോ ലൈംഗികപരമായിട്ടുള്ള എന്തോ പെരുമാറ്റം ചെയ്തു എന്നുള്ളൊരു ഉഡായിപ്പ് നുണ പറഞ്ഞുകൊണ്ട് ഷാനവാസ് നമ്മുടെ നെവിനെ ടാറടിച്ച് കാണിച്ചു. അതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഷാനവാസിൻ്റെ ജനപിന്തുണ നഷ്ടപ്പെട്ടത്. ഷാനവാസിന് നല്ല ജനപിന്തുണയിലാവുന്നത്. ഷാനവാസിൻ്റെ ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് ഇഷ്ടമാണ്. അവൻ്റെ കഥകൾ കേട്ട്, അവൻ്റെ വിഷമങ്ങൾ കണ്ട്, അവനെ ഒരാൾ സീരിയൽ വിളിക്കാത്ത കാര്യങ്ങൾ കണ്ട്, അവൻ ഒരു ദിവസം 10 ഗുളിക കഴിക്കുന്നുണ്ടെന്ന് പറഞ്ഞത്, അവൻ അറ്റാക്ക് വന്നതാണ്, അവൻ സെറ്റിൽ വെച്ച് മരിച്ചു പോകേണ്ടതാണെന്ന് ഇതൊക്കെ പറഞ്ഞു ഒരുപാട് സെൻറ്റിമെൻറ്റ്സ് ആൾക്കാർക്ക് ഉണ്ടാകുന്ന അവനോട്. അതെല്ലാം കളഞ്ഞു പൊളിച്ചത് ഇവനാണ്. ഇവൻ എന്താണ് ഉണ്ടായി അതിൻ്റെ ഉള്ളിൽ ശരിക്കും പറഞ്ഞൊരു വിന്നറാവാനുള്ള എല്ലാ കഴിവും ഒരു ബിഗ് ബോസ് പ്രൊഡക്റ്റ് തന്നെയാണ് ഷാനവാസ്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇവൻ്റെ ഏറ്റവും വലിയ തെറ്റുകൾ പറ്റിയത് എവിടെ നിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ ആദ്യം തന്നെ അനീഷിനെ ഈ നെവിനെ പിടിച്ച് പുറത്താക്കിയോട് കൂടിയിട്ട് അനീഷിനെ ഫ്രണ്ടാക്കി. നെവിനെ ഒരുപാട് ഉപദ്രവിക്കാൻ തുടങ്ങി, അപ്പാനിനെ ഒരുപാട് ഉപദ്രവിക്കാൻ തുടങ്ങി, അതുപോലെ അക്ബറുടെ തന്തയ്ക്കും തളയ്ക്കും വിളിക്കാൻ തുടങ്ങി, നെഞ്ഞത്ത് കുറേ ഇടിച്ച് കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയോട് കൂടിയിട്ട് ഈ ഇവൻ്റെ മാർക്കറ്റ് ഇടിഞ്ഞിടിഞ്ഞ് വന്നത്. അതുമല്ല, അതിൻ്റെ ഉള്ളിൽ ഡ്രസ്സ് ഇടുന്ന ഗിസേൽ, അതിൻ്റെ ഉള്ളിൽ ഒരുപാട് വൾഗർ ഡ്രസ്സ് ഇട്ട് നടന്നു തുടങ്ങും. അവൾ ഗിസേലിനെ കുറേ ഉപദേശിക്കാൻ തുടങ്ങി, വാണിംഗ് ചെയ്യാൻ തുടങ്ങി. നീ ഒരിക്കലും ഈ ഡ്രസ്സ് ഇട്ട് നടക്കരുത്, നിൻ്റെ ഡ്രസ്സ് ഇടുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലുള്ള ഒരു കാമക്കടുവീന് അക്ബർ നിൻ്റെ തൊടയമ്പിലേക്കും മൊലയമ്പിലേക്കും മാത്രമാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അവൻ ഗെയിം കളിക്കാനല്ല വന്ന് നോക്കണത്, അവൻ ഞരമ്പ് രോഗിയാണ്. അപ്പോൾ ഗിസേൽ പറഞ്ഞു, നല്ല മറുപടി കൊടുത്തു, ഞാൻ എൻ്റെ മറക്കേണ്ട സ്ഥലങ്ങളൊക്കെ മറച്ചിട്ടുണ്ട്, ബാക്കിയുള്ള സ്ഥലങ്ങൾ ആര് വേണമെങ്കിലും നോക്കിക്കോട്ടെ, അവർക്കത് നോക്കാൻ ഇഷ്ടമുണ്ടായിട്ടല്ലേ, ഷാനവാസിന് ഇഷ്ടമില്ലെങ്കിൽ ഷാനവാസ് നോക്കണ്ട എന്ന് പറഞ്ഞപ്പോൾ അവൻ അവിടെ നിന്ന് അടി കിട്ടി. അപ്പോൾ എന്താ ഉണ്ടാച്ചാൽ ഇവൻ അവിടെ 2 പെങ്ങന്മാരുണ്ടാക്കി. ഈ പെങ്ങന്മാരുണ്ടാക്കണവരൊക്കെ പോക്ക. നമ്മുടെ സായി ഇതിൽ മുമ്പ് വന്നിട്ട് ഒരു പെങ്ങനെ ഉണ്ടാക്കി, അതോടുകൂടി സായിൻ്റെ കട്ടയും പടം മടക്കി. അതേപോലെ തന്നെ ഇവൻ 2 പെങ്ങന്മാരുണ്ടാക്കി. ഈ 2 പെങ്ങന്മാരാന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ അവർക്ക് ഡ്രസ്സിൻ്റെ അളവ് ഇങ്ങനെ കുറച്ച് കൊണ്ടുവന്നിട്ട് പിന്നെ പാൻറ് ഇടാനും മറക്കണ പോലെയായി അവർ. അതേപോലെ ഡ്രസ്സ് ഇട്ടതാണ്. ഒരു വാക്ക് പോലും പോയി ഇവൻ പെങ്ങന്മാരോട് പറഞ്ഞിട്ടില്ല, എന്താണ് നിങ്ങൾ ഈ ഡ്രസ്സ് ഇടരുത്, നിങ്ങൾ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ അത് പുറത്ത് വളരെ നെഗറ്റീവായിട്ട് പോകും നിങ്ങൾക്ക് എന്നൊരു വാക്ക് പറയണില്ല. അത് അവൻ ആസ്വദിക്കും, 2 പേരും നടുക്ക് പോയി ഇരിക്കുകയും ചെയ്യും. അപ്പോൾ എന്താണ് അവൻ്റെ ഇമേജാണ് കോട്ടം വരുത്തുന്നത്. അങ്ങനെ നിൽക്കുന്ന സമയത്തുണ്ട് ഇവൻ ഒരു ദിവസം ആ പാവം നെവിൻ ഭക്ഷണം കഴിക്കണത് അത് ഒരു ഇത്തിരി മല്ലിയില എടുത്ത് കൊണ്ടു എന്ന് പറഞ്ഞിട്ട് ആ പാത്രം എടുത്ത് വലിച്ചു കളഞ്ഞ് അത് പൊട്ടിച്ച് ആ ഭക്ഷണം പോലും കളഞ്ഞു എന്നുള്ളതാണ്. അതോടുകൂടിയിട്ട് നെവിൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നെവിൻ അതിൽ നല്ലൊരു എൻ്റർടൈനറായുള്ള നല്ലൊരു മത്സരാർത്ഥിയാണ്. അവൻ എന്ത് ചെയ്താലും കോമഡി നമുക്ക് തോന്നുന്നത്. അങ്ങനെയുള്ള ഒരാളെ അതിന് ഭക്ഷണം കിട്ടാണ്ട് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇതിൻ്റെ ഉള്ളിൽ വന്നതിന് ശേഷം ഇങ്ങനെയുള്ള ഭക്ഷണം പോലും അവൻ കാണുന്നത്. അവൻ്റെ വല്ല കൂട്ടുകാർ ഭക്ഷണം വെച്ച് കൊടുക്കുമ്പോൾ അവൻ വല്ല മന്തിയും കിന്തിയൊക്കെ അവൻ തിന്നണത്. അങ്ങനെയുള്ള ഒരു വ്യക്തിനെ അവൻ്റെ മുമ്പിലുള്ള ഭക്ഷണം പോലും വലിച്ചെറിഞ്ഞ് കളഞ്ഞു എന്നുള്ളവൻ. എന്നിട്ട് ഇവൻ അതിലും വലിയ ആരോപണമാണ് അവൻ അന്ന് ഉണ്ടാക്കിയത്. ഇവൻ എൻ്റെ പുറത്തപ്പൻ്റെ ഉള്ളിൽ കയറിയിട്ട് എന്നെ അവൻ അനാവശ്യം ചെയ്തു എന്ന് പറഞ്ഞിട്ട്. അതോട് കൂടിയിട്ടാണ് ഇവൻ്റെ ഒന്നും കൂടി അങ്ങോട്ട് ഇമേജ് അങ്ങോട്ട് തകർന്ന് തരിപ്പണായത്. പിന്നെ അവൻ്റെ വില്ല സ്വഭാവമാണ്. ഇവൻ ശരിക്കും രുദ്രനായിട്ട് മാറണം. ഇനി ഇവിടെ എന്തൊക്കെ ചെയ്യാം, ആരൊക്കെ ദ്രോഹിക്കാം, ഇതായിരുന്നു ഇവൻ്റെ ഏറ്റവും വലിയ എംബിഷൻ. അതിൽ ഏറ്റവും വലിയ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ്റെ ഈ അറ്റാക്ക് തന്നെ ഇവൻ ഇതിന് വേണ്ടിയിട്ട് 19ാമത്തെ അടവായിട്ട് ഇവൻ എടുക്കണം. ഇവൻ ഒരു പാല് കവർ ആ പാവെടുത്ത് മേത്തി കിട്ടാൻ അപ്പം തന്നെ അറ്റാക്കായിട്ട് വീണിട്ട് പുറത്ത് പോയിട്ട് ഇവനെ പണിഷ്മെൻറ്റ് വരെ മേടിച്ചു കൊടുത്തു. പുറത്താക്കുന്ന പ്രതീക്ഷിച്ചത് അതുണ്ടായില്ല, പണിഷ്മെൻറ്റ് വരെ മേടിച്ചു കൊടുത്തു. ഇങ്ങനെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഇവൻ. 2 പ്രാവശ്യം അവൻ ഇതുപോലെ തന്നെ വേദനയായിട്ട് പോയി. അതൊക്കെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇങ്ങനെ ഇട്ടുകൊടുത്ത് ഇരിക്കുക. അപ്പോൾ ഇതോട് കൂടിയിട്ട് എന്തുണ്ടായി, ഇവൻ്റെ ഈ നാടകം കൂടി പൊളിഞ്ഞു. അറ്റാക്ക് നാടകം കൂടി പൊളിഞ്ഞോട് കൂടിയിട്ട് ഇവൻ ആകെ ഒറ്റപ്പെട്ടു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കപ്പ് എടുക്കാനായിട്ട് കഴിവുണ്ടായിരുന്ന ഒരു വ്യക്തി ഇപ്പോൾ കപ്പിൻ്റെ 7 അകിലത്ത് ചെല്ലാൻ പറ്റണ്ടായി. ഇവനൊക്കെ കാരണമാണ് ഈ അനുമോളുടെ തലയിൽ ഈ കപ്പിരിക്കാൻ പോണത്. ഇവനൊക്കെ നല്ല രീതിയിൽ കളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ
അനീഷിനെയും നല്ല രീതിയിൽ കളിച്ചു കഴിഞ്ഞാൽ ഇവർക്കൊക്കെ കപ്പിന് വളരെ സാധ്യതയുള്ള ഒരു വ്യക്തികളാണ് അവരൊക്കെ. നെവിനും നല്ല സാധ്യതയുണ്ടായിരുന്നു. ഈ നെവിനെ നെഗറ്റീവ് ആക്കിയത് മുഴുവൻ ഇവനാണ്. ഇവൻ അറ്റാക്ക് രോഗിയാണല്ലോ. ഇവൻ്റെ മേൽ പാല് തെറിച്ചു, പാല് കവറെടുത്ത് വലിച്ചെറിഞ്ഞു, അവനെ ടെൻഷനാക്കി, അവന് BP കൂടി, അവന് അറ്റാക്ക് വന്നു, അവൻ നിലത്ത് വീണു. അതോടുകൂടിയിട്ട് എന്തുണ്ടായി? ഇതൊക്കെ നമ്മുടെ അനുമോൾക്ക് കിരീടം തലയിൽ വയ്ക്കാനുള്ള ഏറ്റവും നല്ലൊരു അവസരമായിട്ട് വന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ കിരീടം തലയിൽ വെച്ച് കൊടുക്കാനായിട്ട് ഏറ്റവും വലിയ കാരണക്കാരൻ ഈ രുദ്രൻ തന്നെയാണ്, ഈ ഷാനവാസ് തന്നെയാണ് നമ്മൾ വ്യക്തമായിട്ട് പറയും. സംഗതി ഷാനവാസിൻ്റെ ഒരു ശുദ്ധഗതിക്കാരനാണ്, നമ്മൾക്കറിയാതെ. ഇവൻ ഈ ദേഷ്യം മുൻകോപം കൂടുതൽ നിൽക്കണം. അവൻ്റെ സെറ്റുള്ള അവൻ്റെ സുഹൃത്തുക്കൾ മുഴുവൻ പറയും ഇവൻ്റെ മുൻകോപമാണ് ഏറ്റവും വലിയ ശാപം എന്ന് പറയും. അത് തന്നെയാണ് ഇവിടെ അവന് സംഭവിച്ചത്. ഈ കപ്പ് ഇവന് നഷ്ടപ്പെടാൻ കാരണം ഇവൻ്റെ മുൻകോപമാണ്, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടുക. ഇത്ര മാത്രം നമുക്ക് പറയാനുള്ളൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.